തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് വേദനയോടെ വിട നൽകി നാട്. പാങ്ങ് അമ്പലപ്പറമ്പ് സ്കൂളിൽ ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. ഒരു നാട് മുഴുവൻ കണ്ണീർ പുഴയായ കാഴ്ചയായിരുന്നു മലപ്പുറം പാങ്ങിലെ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ കണ്ടത്. കണ്ണീരും വിലാപവും നിറഞ്ഞ ഒരു രാത്രി പിന്നിട്ട പുലർച്ചെയോടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സ്കൂൾ മൈതാനത്തേക്ക് ഒഴുകിയെത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ 9 പേരുടെ ഭൗതിക ശരീരങ്ങൾ അവസാനമായ ഒരു നോക്ക് കാണാനായിരുന്നു ആ തിരക്ക്. പുലർച്ചെ വരെ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 9 പേരുടെയും ഭൗതിക ശരീരങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടതായി പൊള്ളാച്ചിയിൽ നിന്ന് വിവരം കിട്ടിയപ്പോൾ മുതൽ തന്നെ പ്രിയപ്പെട്ടവരെ ഏറ്റുവാങ്ങാനായി നാട് തയ്യാറെടുത്തു കഴിഞ്ഞു. സ്കൂളിന്റെ ഓരം ചേർന്ന് ആരുടെയും നിർദ്ദേശത്തിന് കാത്തുനിൽക്കാതെ ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായി നിറകണ്ണുകളോടെ കാത്തുനിന്നത്. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ പലരും പലവട്ടം വിതുമ്പി. മലപ്പുറം പാങ്ങിലെ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് പ്രിയപ്പെട്ടവർക്ക് അവർ വിട ചൊല്ലുന്നത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് മലയാളികൾ കണ്ടുനിന്നത്. 9 മണിയോടെ ദുരന്തത്തിൽ മരിച്ച 9 പേരുടെയും ഭൗതിക ശരീരങ്ങളും വഹിച്ചുള്ള തമിഴ്നാട് ഹെൽത്ത് സർവീസിന്റെ ആംബുലൻസുകൾ സ്കൂളിലെത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ 1.5 മണിക്കൂറോളം എടുത്താണ് പൊതുദർശനം പൂർത്തിയാക്കാനായത്. മജീദ് മാസ്റ്റർ, ഭാര്യ റുഖിയ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പാങ്ങ് മട്ടാത്ത് ജുമാ മസ്ജിദിലും അധ്യാപകരായ റംല, ഷക്കീല എന്നിവരുടെയും പാചകത്തൊഴിലാളി സാജിദയുടെയും സംസ്കാര ചടങ്ങുകൾ പാങ്ങ് വലിയ ജുമാ മസ്ജിദ് പള്ളിയിലും സുഹറയുടെയും മകൻ ഹിഷാമിന്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലും നടന്നു. അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്തും ആശയുടേത് കൊളത്തൂർ തറവാട് വീട്ടിലുമാണ് നടന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരിച്ച സാജിദയുടെ മകൻ ഷഹദീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫായിസ്, സ്കൂളിലെ ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 11 വയസ്സുകാരി മസ്നീൻ എന്ന കുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, കോഴിക്കോട്.